എന്തായി ഗൗതം? ഏയ്, എത്ര വിളിച്ചിട്ടും അമ്മ ഡോർ ഓർക്കുന്നില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, വാശിക്കൊട്ടും പുറകിൽ പോകുന്നവരല്ല വസു. ഒരു കാര്യം ചെയ്യാം, ഇനി കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. പുതിയ പ്രോജക്റ്റ് വസുന്ധരയുടെ പേരിൽ തന്നെ തുടങ്ങാമെന്ന് സമ്മതിച്ചേക്ക്. വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല. പോട്ടെ മോനെ, നീ അച്ഛൻ പറയുന്നത് അനുസരിക്ക്. വെറുതെ കുടുംബത്തിനകത്ത് എന്തിനാ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാക്കുന്നത്? ഒരാള് പട്ടിണി കിടക്കുക എന്നുള്ളത് സങ്കടമുള്ള കാര്യം തന്നെയാ. പുതിയ കമ്പനി വസുന്ധരാനിയുടെ പേരിൽ തുടങ്ങുന്നതിൽ എനിക്കൊരു വിഷമമില്ല. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ലല്ലോ. ഇതാണ് അമ്മയുടെ സ്വഭാവം. മറ്റുള്ളവരെ കൂടി സങ്കടപ്പെടുത്തും. അമ്മ ഇങ്ങനെ പച്ചവെള്ളം പോലും കുടിക്കില്ലെന്ന് പറഞ്ഞ് മുറി കയറി കഥ അടച്ചിരുന്നാ ഇവിടെ ആർക്കെങ്കിലും സമാധാനം കിട്ടുമോ? കമ്പനി തുടങ്ങുന്നതോ ആരെ പ്രോജക്റ്റ് ഹെഡ് ആക്കുമെന്നുള്ളതോ ഒന്നും അല്ല ഇപ്പോഴത്തെ പ്രശ്നം. വസുന്ധര ആന്റി ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നു എന്നുള്ളതാ. എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. ആന്റിയെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചാ പോരെ? അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കിക്കോളാം. എന്റെ മോളെ, ഗോപിയേട്ടനും ഗൗതമും ചെന്ന് വിളിച്ചിട്ടും വസുന്ധര കുലുങ്ങിയിട്ടില്ല. പിന്നെയാണോ നീ? വെറുതെ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? വായി തോന്നു വിളിച്ചു പറയുന്നത് കേൾക്കാനോ? അതൊന്നും വേണ്ട മോളെ. അയ്യോ, അതൊക്കെ എനിക്ക് അറിയാം അമ്മേ. ആന്റി എന്നെ കണ്ട കടിച്ചു കീറും, അതെനിക്ക് ഉറപ്പാ. നീ പോയി വിളിക്കണ്ട, അത് അമ്മയുടെ ദേഷ്യം ഇരട്ടിപ്പിക്കുകയുള്ളൂ. ഞാൻ എന്തായാലും ആന്റിയെ വിളിക്കാനൊന്നും പോകുന്നില്ല. ആന്റിയെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ ഒരു വഴി നോക്കാൻ പോവാ ഞാൻ. എന്തു വഴി? എനിക്കൊരു അവസരം താ ഗൗതം. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ശരി, ഏട്ടത്തി എന്തു ചെയ്യാൻ പോന്നെ അത് പറ. ഒരു കാര്യം ഞാൻ പറയാം, വസുന്ധരാന്റെ വെച്ചുള്ള ഏത് കളി റിസ്ക് ആണ്. സൂക്ഷിക്കണം. ചേച്ചി ഭക്ഷണം കഴിപ്പിക്കാൻ നോക്കി നോക്കി അവസാനം ബോംബ് ബ്ലാസ്റ്റ് ആവരുത്. സൂക്ഷിച്ച് വേണം. ഒന്നും സംഭവിക്കില്ലെന്നേ. ഇതൊരു ചെറിയ തന്ത്രമാണ്. ഒരൊറ്റ ഫോൺ കോൾ, അതിലൂടെ ആന്റി ഭക്ഷണം കഴിക്കും. ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ ഗൗതം. അമ്മ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ? നീ പോയി ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ പട്ടിണി കിടക്കുകയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഗൗതമിന്റെ മനസ്സലിഞ്ഞില്ല. അവന്റെ തീരുമാനവും മാറ്റിയില്ല. എനിക്ക് ഇത്ര വിലയേ ഉള്ളൂ ഇപ്പോ. മനസ്സിലായി, എല്ലാം മനസ്സിലായി. ചേച്ചി, എന്താ ചേച്ചി? എടാ, നീ ഇവിടെ എന്തെടുക്ക? ഞാൻ മുറിയിലിരുന്ന് പഠിക്കുക ചേച്ചി. എന്തു പറ്റി? ആ ശിവാനി അമ്മായി അവിടെ ഉണ്ടോ? 10:30-ക്കുള്ള അവസാനത്തെ സീരിയലും കൂടെ കാണാതെ അവര് ടിവിയുടെ മുന്നിൽ നിന്ന് എണീക്കില്ലല്ലോ. എങ്കിലേ നീ ഒരു ഉപകാരം ചെയ്യണം. ആ ശിവാനിയുടെ ഫോൺ എങ്ങനെങ്കിലും ഒന്ന് കൈക്കലാക്കണം. ശിവാനി ചാർജ് ചെയ്യാനല്ലാതെ ഫോണ് നിലത്ത് വെക്കില്ലല്ലോ ചേച്ചി. ചേച്ചി കാര്യം പറ, നമുക്ക് നോക്കാം. ശിവാനിയുടെ ഫോൺ എടുത്താ പോരെ? അത് ഞാൻ നോക്കിയോളാം. ഫോൺ എടുത്താൽ മാത്രം പോരാ, അതില് വസുന്ധര ആന്റിയുടെ നമ്പറുണ്ട്. ആ നമ്പറിലോട്ട് ശിവാനിയുടെ ഫോണിൽ നിന്ന് നീ ഒരു മെസ്സേജ് അയക്കണം. മെസ്സേജോ? എന്ത് മെസ്സേജ്? അത് ഞാൻ പറഞ്ഞുതരാം. നീ ഓർത്ത് വെച്ചോ, അല്ലെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോ. ചേച്ചി പറഞ്ഞാൽ മതി, ഞാൻ ഓർത്തോളാം. ഇതൊക്കെ വർക്കൗട്ട് ആവുമോ ചേച്ചി? ആവും എടാ, വർക്കൗട്ട് ആവും. നീ ആദ്യം ആ മെസ്സേജ് അയക്ക്, എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും. ഓക്കെ ചേച്ചി, ഡൺ.